അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് ഷീനാണ്. ഷീൻ ഷീനിന് തഫഷി എന്ന ഒരു സിഫത്ത് ഉണ്ട്. അപ്പൊ എന്ന് പറയുമ്പോ നന്നായിട്ട് കാറ്റ് സമൃദ്ധമായി പരക്കണം. ഇനി ആ ഗണത്തിൽ നമ്മൾ ഒരുപാട് സിഫത്തുകൾ ഇനിയുണ്ട്. ആ ഗണത്തിൽ നമ്മൾ ഈ PDF ഇല്ലാത്ത ഒന്ന് പറയുന്നത് സഫീർ എന്ന സിഫത്താണ്. സഫീർ സഫീർ എന്ന് പറഞ്ഞ പക്ഷിസ്വരം. പക്ഷിസ്വരം എന്ന് പറഞ്ഞാൽ 3 അക്ഷരങ്ങളാണുള്ളത്. സ്വാദ് സൈ സീൻ. സ്വാദ് സൈ സീൻ. ഈ 3 അക്ഷരങ്ങൾക്കുള്ള സിഫത്താണ് സഫീർ. സഫീർ സ്വാദാണ്. സഫീർ സഫീർ സീനല്ല, സ്വാദ് കൊണ്ടാണ് എഴുതുക. നോട്ട് ചെയ്ത് വെച്ചോളൂ. വേണേ ഗ്രൂപ്പിൽ ഇട്ട് തരികയും ചെയ്യാൻ, കുഴപ്പമില്ല. ഈ PDF അത് ഉൾക്കൊണ്ടിട്ടില്ല. സഫീർ എന്നാണ് പറയാ. സഫീർ സഫീർ എന്ന് പറഞ്ഞാൽ ഈ 3 അക്ഷരങ്ങൾ പറയുമ്പോൾ, സ്വാദ് സീന് സായി ഒക്കെ പറയുമ്പോൾ ഇടുങ്ങിയ വിടവിലൂടെ ശബ്ദം വരുന്ന കാരണത്താൽ ശബ്ദത്തിനൊരു മൂർച്ച ഉണ്ടാകും. നമ്മളെ പക്ഷികളുടെ കൊക്ക് ഇടുങ്ങിയതാണല്ലോ. ആ ഇടുങ്ങിയ വിടവിലൂടെ വരുന്നത് കൊണ്ടാണ് പക്ഷികളുടെ ശബ്ദത്തിന് ഈ ഷാർപ്പ്നെസ്, മൂർച്ച ഉള്ളത്. ആ ഒരു പ്രതിഭാസമാണ് ഇവിടെ സ്വാദും സീനും സായും പറയുമ്പോണ്ടാകുന്നത്. സ്വാദ് സീൻ സായ്, ഈ 3 അക്ഷരങ്ങളുടെ ഒരു സിഫത്താണ് സഫീർ. ഇതൊക്കെ ഉണ്ടായിക്കോളും, നമ്മൾ പ്രത്യേകിച്ച് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അക്ഷരം ശരിക്കും മഖ്റജിൽ വെച്ച് ഉച്ചരിക്കുമ്പോൾ തന്നെ ഉണ്ടായിക്കോളും. വലിയ ടെൻഷൻ ഇല്ല, ഇപ്പൊ അറിഞ്ഞിരിക്കാന്നേ ഉള്ളൂ. അപ്പൊ ഇതാണ്. അപ്പം നമ്മള് 9 സിഫാത്തുകൾ മുത്തലാദ്ദയും 4 സിഫാത്തുകൾ ഗൈറു മുത്തലാദ്ദയും പഠിച്ചു. 13 സിഫത്ത് നമ്മളിപ്പോ തൽക്കാലം ഇത്രേ പഠിക്കുന്നുള്ളൂ. അതിന്റെ ബാക്കി പഠിക്കണില്ല. ഇപ്പൊ ആവശ്യമുള്ളത് ഇതിലുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ നന്നായിട്ട് ഇത് മനസ്സിലാക്കി വെക്കുക, പ്രാക്ടീസ് ചെയ്തു നോക്കുക, സംശയമുള്ളത് ചോദിക്കുക, ഉഷാറാവുക ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ മഖ്റജ് സിഫത്ത് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ള വിഷയങ്ങളിലേക്കൊക്കെ കടക്കുകയാണ്. നന്നായി പരിശ്രമിക്കുക. ഖുർആനാണ്. അതോടെ എത്ര ബന്ധപ്പെടുന്നുവോ, എത്ര അടുക്കുന്നു, അത്രയും അല്ലാഹു വലിയ നേട്ടങ്ങളിലേക്ക് നമ്മെ എത്തിക്കും. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.